കെ അൽഫല സർവകലാശാല ചെയർമാൻ അറസ്റ്റിൽ. കള്ളപ്പണ നിരോധന നിയമപ്രകാരമായിരുന്നു ഇഡി അറസ്റ്റ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെയും നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, ഇത്തരമൊരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് സംശയം നിലനിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ സർവകലാശാല ചെയർമാൻ അറസ്റ്റിലാകുന്നു. അതും ഈ സ്ഫോടനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അനുശ്രീ, തീർച്ചയായിട്ടും ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് ഇപ്പോൾ ഇ ഡി പിടികൂടിയിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 48 ലക്ഷം രൂപ ഇൻ ഹാൻഡായിട്ട് കയ്യിൽ 48 ലക്ഷം രൂപ ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. മാത്രമല്ല പല രേഖകളും ഇയാളുടെ വീടും ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഓഫീസും സെർച്ച് ചെയ്തപ്പോൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഒരു പരിശോധനയാണ് ഉച്ചയോടെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി ചാൻസലറിന്റെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയത്. ഇയാൾ 1995 മുതൽ തന്നെ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ട്രസ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം. അതനുസരിച്ച് ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴടക്കം ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇയാൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രദേശത്ത് വെച്ചിട്ടാണ്, 72 ഏക്കർ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്, ഇതിനകത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പദ്ധതിയിട്ടതെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇ ഡി അൽഫല യൂണിവേഴ്സിറ്റിയുടെ നേതാക്കളിലേക്ക്, അൽഫല യൂണിവേഴ്സിറ്റി നയിക്കുന്ന ട്രസ്റ്റുകളിലേക്ക് അന്വേഷണം നീട്ടിയത്. അങ്ങനെയാണ് ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നതും 48 ലക്ഷം രൂപയോളം ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയതും. ഒരു പ്രധാനപ്പെട്ട കാര്യം, 20 ലക്ഷം രൂപയോളമാണ് ഈ ഭീകരപ്രവർത്തകർ അവരുടെ കൈവശം വെച്ചിട്ട് ഇത്തരം ഈ സ്ഫോടക വസ്തുക്കൾ അതിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ ഉൾപ്പെടെ ഉപയോഗിച്ചതെന്ന് അറിയുന്നു. അങ്ങനെ അവരുടെ കൈവശം 20 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ബാങ്ക് ത്രൂ അല്ലാണ്ട് മറ്റു രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കോളേജിന്റെ വെബ്സൈറ്റിൽ NAAC അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു അക്രഡിറ്റേഷനും ഈ കോളേജിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നീട് അന്വേഷണത്തിൽ തെളിവായി. പിന്നെ എന്തുകൊണ്ട് ഇവർ കളവ് പറഞ്ഞു? മാത്രമല്ല ഇവർ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്, ഈ കോളേജിന്റെ പുറത്ത് കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ആ ഒരു സംശയത്തിലേക്ക് വരാൻ കാരണം, ഈ കോളേജിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇവരുടെ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വരവുകളും അതുപോലെ ഈ ട്രസ്റ്റുകളുടെ കാര്യങ്ങളും അവരുടെ വരവും വെച്ച് നോക്കുമ്പോൾ ഈ കോളേജിനുണ്ടായ വളർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഇത്രത്തോളം വളർച്ച ഉണ്ടാകാനുള്ളൊരു വരുമാനം ഈ കോളേജിന് വരാനോ ഈ കോളേജിൻ്റെ ട്രസ്റ്റുകൾക്കോ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ കോളേജ് 72 ഏക്കറിലേക്ക് വളർന്നു പന്തലിച്ചതും മെഡിക്കൽ കോളേജൊക്കെ ആയതുമൊക്കെ എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയം ഇ ഡിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയതും. നേരത്തെ NIA ആണ് ഈ കോളേജും പരിസരവും പരിശോധിച്ചത്. ഇവിടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഭീകരപ്രവർത്തനവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ NIAയും പോലീസ് സംഘവും എല്ലാം പരിശോധന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ മറ്റ് ഡോക്ടർമാരും NIAയുടെ നിരീക്ഷണത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇ ഡി കൂടി ഇപ്പോൾ ഈ ഒരു കോളേജുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് എത്തിയതും അതിൻ്റെ ചാൻസലറായിട്ടുള്ള 2011 വർഷമായി ഈ കോളേജിൻ്റെ ചാൻസലറായിട്ടുള്ള ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇയാളിൽ നിന്ന് 48 ലക്ഷം രൂപയോളം പണമായി തന്നെ പിടികൂടി എന്നുള്ളതാണ്. കാരണം നമുക്ക് പറയാം, ഒരു 2 ലക്ഷത്തിന് മുകളിൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനപ്പുറം 48 ലക്ഷത്തോളം രൂപ ഇയാൾ കൈവശം വെച്ചിരുന്നു. ആ പണത്തിൻ്റെ സോഴ്സ് ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. മാത്രമല്ല NAAC അക്രഡിറ്റേഷൻ, അതുപോലെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ ഇയാൾ ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളും സൂചനകൾ ഇന്നലത്തെ പരിശോധനയിൽ ഇ ഡിക്ക് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ അവിടുത്തെ മെൻസ് ഹോസ്റ്റലാണ് ഈ ആളുകൾ, ഉമർ നബി അടക്കമുള്ള ആളുകൾ, മുസ്മുൽ ഷക്കീലും ഷഹീൻ സയ്യിദും ഒക്കെ ഉപയോഗിച്ചിരുന്നതെന്നുള്ളതാണ് അവിടുത്തെ മെൻസ് ഹോസ്റ്റലിലെ. അഭിലാഷ്, അതുപോലെ തന്നെ ഈ സ്ഫോടനമുണ്ടായതിന്റെ തുടക്കം തൊട്ട് നമുക്കൊക്കെ ഉയരുന്ന ഒരു സംശയമാണ് ഇതിന് പിന്നിൽ, ഈ ഭീകരപ്രവർത്തനം നടത്താൻ പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത്. അതിനൊക്കെ പിന്നിൽ ഇവരുണ്ടായിരിക്കാം എന്ന് സംശയമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്ത ജാവേദിന്റെ സഹോദരൻ, അദ്ദേഹവും കഴിഞ്ഞ ദിവസം ഇതേപോലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഇടം കൂടിയായിരുന്നു ആ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു മുന്നൊരുക്കം അത് അവിടെ വെച്ച് തന്നെയായിരുന്നു നടന്നത് എന്ന് വേണോ കരുതാൻ?
അനുശ്രീ, ഈ 48 ലക്ഷം രൂപ പിടിച്ചതും നേരത്തെ 20 ലക്ഷം രൂപ ഇവർ ഉപയോഗിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവർക്ക് ഈ ഉമറുൻ നബിക്കും സംഘത്തിനും പണം ലഭിച്ചിരുന്നത്. ആ പണം ലഭിച്ചതിൻ്റെ സോഴ്സ് ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖിയും അയാളുടെ കൂട്ടാളികളും ഈ കോളേജിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും തമ്മിൽ ചേർന്നുകൊണ്ടാണോ ഇത്തരത്തിൽ പണം ഇവർക്ക് ഭീകരപ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുക. ഇ ഡിയും ഈ ഒരു രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഒരു കോളേജിനകത്ത് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നിട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർക്ക് അതിനുള്ള പണം ലഭിക്കണം. ആ പണം എവിടുന്ന് ലഭിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണം നടക്കുമ്പോഴാണ് കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കുന്നത്. അങ്ങനെ കോളേജിൻ്റെ പശ്ചാത്തലം അന്വേഷിക്കുമ്പോഴാണ് കഴിഞ്ഞ 20 വർഷത്തോളം 30 വർഷത്തോളമായി ഈ കോളേജിന് ലഭിക്കുന്ന വരുമാനത്തെക്കാൾ വലിയ വളർച്ച കോളേജിനുണ്ട്. അപ്പോൾ ആ പണം എവിടുന്ന് ലഭിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഈ ചാൻസലറിൻ്റെ വീട് പരിശോധിക്കുന്നതും അയാളിൽ നിന്ന് 48 ലക്ഷം രൂപ പിടിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു ലിങ്ക് എന്ന് പറയുന്നത് ഈ ഉമറുൻ നബിക്ക് തുർക്കിയുമായി ചില ബന്ധങ്ങളുണ്ട്. തുർക്കിയിലെ ചില ഹാൻഡിലുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. അവിടുന്ന് പണം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ, ഈ പണം തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്താൻ, അതായത് ഈ ഈ ഉമർ നബി സംഘത്തിനും കയ്യിലെത്താൻ ഈ കോളേജ് ഒരു ഭാഗമാക്കുന്നുണ്ടോ, കോളേജിൻ്റെ സംഘടനയും അവിടുത്തെ ട്രസ്റ്റും ആ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് വഴി ഇവർക്ക് തുർക്കിയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ പണം എത്തുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലുണ്ട്. അങ്ങനെ നടത്തുന്ന ഒരു അന്വേഷണത്തിനിടെയാണ്, പരിശോധനയ്ക്കിടെയാണ് ഇയാളുടെ കയ്യിൽ നിന്ന് 48 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറിന് ഉമറുൻ നബിയും സംഘത്തിനുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ശക്തമായ അന്വേഷണം നടത്തുന്നത്. ആ ബന്ധം തെളിഞ്ഞാൽ ഇയാളും ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെടും. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ തന്നെ ഒരുപക്ഷെ സ്ഫോടനത്തിന് പിന്നിലുണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ പുറത്തു വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇയാൾ ഈ 48 ലക്ഷം രൂപ എന്തിന് കൈവശം വെച്ചു, ഇയാൾക്ക് ഈ പണം എവിടുന്ന് വന്നു, ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 48 ലക്ഷം രൂപയ്ക്കും ഉമർ നബിയുടെ കയ്യിലുണ്ടായിരുന്ന 20 ലക്ഷത്തിൻ്റെ സോഴ്സ് ഒന്നാണെങ്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്ന, ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു ചാൻസലറിന് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ അത് രാജ്യത്തെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ കാര്യം തന്നെയാണ്. അതീവ സുരക്ഷ ഒരു ബ്രീച്ച് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അനുശ്രീ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്.